2 ദിവസം മുൻപ് മണിയൻപിള്ള രാജു എന്ന നടൻ ഓടിച്ചിരുന്ന കാറിൽ ഒരു ബൈക്ക് വന്നിടിച്ച് ഒരു വാഹനാപകടമുണ്ടായി. അവിടെ അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളൊക്കെയാണ് ഈ വീഡിയോയുടെ വിഷയം. മണിയൻപിള്ള രാജുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ആക്ഷേപങ്ങളിലോ വിവാദങ്ങളിലോ ഒന്നും പെടാതെ കഴിയുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു കള്ളക്കേസിൽ പെട്ടോ? ഇതാണ് ചോദ്യം. മറ്റൊരു ചോദ്യം, കള്ളക്കേസിൽ പെട്ടതാണോ പെടുത്തിയതാണോ? ക്യാൻസർ ബാധിച്ച് ക്ഷീണിതനാണ് മണിയൻപിള്ള. അദ്ദേഹം ഓടിച്ച കാർ തലസ്ഥാനത്ത് ഒരു ബൈക്കുമായി കൂട്ടിയിടിച്ചുള്ള അപകടവും തുടർന്നെടുത്ത കേസുമാണ് വിഷയം. അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ ആളുടെ ബന്ധു ഏഷ്യാനെറ്റിലെ ജീവനക്കാരൻ എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അപകടമുണ്ടായി, മിനിറ്റുകൾക്കുള്ളിൽ മാധ്യമ സ്ഥാപനത്തിന്റെ സമ്മർദ്ദമുണ്ടായി. ആ സമ്മർദ്ദം മൂലം പോലീസ് FIR ഇട്ടു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചലച്ചിത്ര രംഗത്തെ, സിനിമാ രംഗത്തെ ഒരു പ്രമുഖനായ ഒരാൾ കർമ്മ ന്യൂസിലേക്ക് അയച്ച ഒരു കത്ത്. ആ കത്താണ് ഈ വിഷയത്തിന്റെ ഗൗരവം കൂട്ടുന്നത്. CCTV ദൃശ്യങ്ങളിൽ വളരെ വേഗത കുറച്ച് നിയമാനുസൃതം മണിയൻപിള്ള രാജുവിന്റെ കാർ വരുന്നത് കണ്ടിരുന്നു. ബൈക്കാകട്ടെ അമിത വേഗതയിൽ അപകടത്തിന് മുമ്പ് വരുന്നതും കണ്ടെത്തി. ബൈക്ക് വന്ന് കാറിലിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റാൽ എങ്ങനെ നിയമാനുസൃതം മെല്ലെ ഓടിച്ചു വന്ന കാറിനെതിരെ കേസ് വരും എന്നതാണ് ചോദ്യം. എന്തായാലും ഇത് ആരാണ് ഈ കത്ത് എഴുതിയതെന്നും ആരാണ് ഈ കത്ത് കർമ്മയിലേക്ക് അയച്ചതെന്നും ഇതിനെ അധികരിച്ചൊരു വാർത്ത ചെയ്യണമെന്നാവശ്യപ്പെട്ടത് എന്നതും ഞങ്ങൾ ഇപ്പോൾ പുറത്തു പറയുന്നില്ല. അതിൻ്റെതായ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഈ കത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പോയിന്റ്സുകൾ ഞങ്ങൾ പറയാം. എന്തായാലും ഈ ഇട്ട FIR-ൽ ഇപ്പോൾ പോലീസിനെതിരെ പലതരത്തിൽ നിന്ന് പല ഭാഗത്തു നിന്ന് വിമർശനങ്ങൾ വരുന്നുണ്ട്. മണിയൻപിള്ള രാജുവിനെതിരെ ചുമത്തിയത് BNS 281-ഉം 125-ഉം വകുപ്പുകളാണ്. ഇത്തരത്തിൽ പോലീസിന് ഇത്ര തിടുക്കത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ടി വന്നത് പോലീസിൽ മാധ്യമ ഓഫീസിൽ നിന്നുണ്ടാക്കിയ കടുത്ത സമ്മർദ്ദമായിരുന്നു എന്നാണ് ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ തുറന്നു പറയുകയാണ് ഇതിൽ ഉള്ള ഈ രഹസ്യ സ്വഭാവമുള്ള ഈ കത്തിൽ. നടൻ മണിയൻപിള്ള രാജു റോഡിൽ നിയമം പാലിച്ച് കാർ ഓടിച്ചിട്ടും എന്തിന് അദ്ദേഹത്തിന് കേസ് ചുമത്തി? പരിക്കേറ്റത് ബൈക്ക് യാത്രികൻ എന്ന ഒറ്റ കാരണത്താൽ പ്രാഥമിക നിഗമനം വെച്ച് മണിയൻപിള്ള രാജുവിനെതിരെ FIR ചുമത്താൻ പാടുണ്ടായിരുന്നു. പോലീസിൽ ഒരുപാട് നല്ല ഉദ്യോഗസ്ഥരുണ്ട്. കയ്യബദ്ധത്തിൽ പോലും പിന്നീട് മാനസികമായി നീറിപ്പുകയുന്നവരുമുണ്ട്. മാനസിക സമ്മർദ്ദം ഏറെയാണ് അവിടെ. ആത്മഹത്യയിൽ അവസാനിക്കുന്ന സർവീസ് ജീവിതങ്ങളുമുണ്ട്. എന്തായാലും പോലീസിൽ ഇപ്പോൾ ഈ വിഭാഗത്തിലുണ്ടായ മാനസിക സമ്മർദ്ദം മണിയൻപിള്ള രാജുവിന്റെ കേസിൽ മുഴച്ചും തെളിഞ്ഞും നിൽക്കുന്നു എന്നാണ് ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള ആ ഒരു സമ്മർദ്ദത്തിന്റെ പുറത്തെടുത്ത കേസ്, ആ കേസിന്റെ വിശദാംശങ്ങൾ, കുറേയേറെ ചോദ്യങ്ങൾ അത് കത്തിന്റെ രൂപത്തിൽ വരികയാണ്. വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണ്. എന്തായാലും ഈ കത്തിന്റെ സോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെളിപ്പെടുത്താനാവില്ല. അതുകൊണ്ട് തന്നെ കത്തിന്റെ ഉള്ളടക്കം ഞാൻ പ്രേക്ഷകർക്കായി വായിക്കാം. മണിയൻപിള്ള രാജുവിനെതിരെ BNS 281, BNS 125, 134 A and B അപകട വിവരം പോലീസിൽ അറിയിക്കുകയോ വൈദ്യസഹായം നൽകുകയോ ചെയ്യാതെ കടന്നു കളഞ്ഞു. ഈ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്. CCTV വീഡിയോ പരിശോധിച്ചാൽ നമുക്കറിയാം മണിയൻപിള്ള രാജുവിന്റെ കാർ വളരെ പതുക്കെയാണ് ഈ ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അദ്ദേഹം ഇറങ്ങി വരുന്ന സമയത്ത് 281 എങ്ങനെ അയാൾക്കെതിരെ നിലനിൽക്കും? അതാണ് ഒരു ചോദ്യം. അതേസമയം ഈ കേസിലെ ഇരകളായി പറയുന്ന ചെറുപ്പക്കാർ ഓടിച്ചിരുന്ന ബുള്ളറ്റ് ബൈക്ക് കടന്നു വരുന്ന വേഗത എത്രത്തോളമാണെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഈ മേൽ പറഞ്ഞ 281 BNS പ്രകാരമുള്ള കുറ്റകൃത്യം ചെയ്തത് ആരാണ്? ഇതാണ് ഒരു ചോദ്യം. ഇനി ചെറുപ്പക്കാർ അതിവേഗം ഓടിച്ചു വന്ന ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ പതിയെ ശ്രദ്ധയോടെ ഓടിച്ചു വന്ന ഒരു കാറിൽ കൊണ്ടിട്ട് അലക്ഷ്യമായി ഇടിച്ചു എങ്കിൽ ആരാണ് കുറ്റക്കാരൻ? ആരാണ് കുറ്റം ചെയ്തിരിക്കുന്നത്? അത്തരത്തിൽ സ്വയം ചെയ്ത ഒരു കുറ്റത്തിന്റെ ഫലമായി തെറിച്ചു വീണ് പരിക്കുപറ്റിയാൽ ആർക്കെതിരെയാണ് രണ്ടാമത്തെ വകുപ്പായ 125 BNS ചേർക്കാൻ കഴിയുക? മേൽപ്പറഞ്ഞ 2 കുറ്റങ്ങളും താനല്ല ചെയ്തത് എന്നിരിക്കെ പ്രായാധിക്യമുള്ള ക്യാൻസർ രോഗിയായ നീണ്ടകാലമായി ചികിത്സയിലിരിക്കുന്ന ഒരാൾ പേടിച്ചു പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിശ്വസിക്കുന്നത് എങ്ങനെ? തികച്ചും മാനുഷികമായ ഒരു ചോദ്യം തന്നെയാണ് അത്. രാത്രി വൈകി നടന്ന വ്യക്തതയില്ലാത്ത ഒരു സാധാരണ ആക്സിഡന്റ് കേസിൽ പോലീസ് എന്തിനാണ് ഇത്രയും തിടുക്കം കാണിച്ചത്? തിടുക്കം കാണിച്ച് ഒരാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. പരിക്ക് പറ്റിയവർ എന്തെങ്കിലും ഉന്നത ബന്ധം ഉള്ളവരാണോ? ഈ ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. മ്യൂസിയം ഉൾപ്പെടെയുള്ള തിരുവനന്തപുരം നഗരത്തിലെ, ഇതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം, മ്യൂസിയം ഉൾപ്പെടെയുള്ള തിരുവനന്തപുരം നഗരത്തിലെ 25ഓളം പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ
എത്ര കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അതിലൊക്കെ ഇത്ര വേഗതയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയോ പ്രതിയെ അന്വേഷിച്ചു പോവുകയോ പ്രതിയെ പിടിക്കുകയോ വാഹനം പിടിച്ചെടുക്കുകയോ ബ്ലഡ് സാമ്പിൾ എടുക്കുകയോ കുറ്റവാളിയെ മാധ്യമ വിചാരണ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? ഇവിടെ നിയമ നടപടിയും അന്വേഷണ രീതിയും തീരുമാനിച്ചത് ആര്? ഇതാണ് ചോദ്യം. ആർക്കു വേണ്ടി? ഇരകളായി പറയുന്നവരുടെ ഉന്നത ബന്ധം എന്താണ്? മാധ്യമങ്ങളാണോ തിരുവനന്തപുരം നഗരത്തിൽ ആരെ പ്രതിയും ആരെ ഇരയുമാക്കണം എന്ന് നിശ്ചയിക്കുന്നത്? മാധ്യമങ്ങൾ പറയുന്ന രീതിയിലാണോ ഇവിടെ അന്വേഷണം പോകേണ്ടത്? ഇരകളും പ്രമുഖ മാധ്യമ സ്ഥാപനവുമായുള്ള ബന്ധമെന്ത്? രാത്രി CCTV ദൃശ്യങ്ങൾ ലഭ്യമായില്ല എങ്കിൽ പകൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച ശേഷം ആക്സിഡന്റ് എങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയാൽ പോരായിരുന്നു പോലീസിന്? പോലീസിനെ നയിക്കുന്നത് ആര്? ഇത് തന്നെയാണ് സ്ട്രോങ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. രാത്രി ക്വാർട്ടേഴ്സിൽ പോയ CI സ്റ്റേഷനിൽ തിരിച്ചു വരുന്നു, വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് മൊഴിയെടുക്കാനായി ഹോസ്പിറ്റലിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ അയക്കുന്നു. മണിയൻപിള്ള രാജുവിനെ പിടിക്കാൻ അയാളുടെ വീട്ടിലേക്ക് പാതിരാത്രി പോകുന്നു. പാർട്ടിയെ ആദ്യം വിടുന്നു, പോലീസ് പാർട്ടിയെ ആദ്യം വിടുന്നു. അവിടെ വലിയ ബഹളം നടക്കുന്നു, അയൽവാസികളെ വിളിച്ചുണർത്തുന്നു. പാതിരാത്രിക്ക് മണിയൻപിള്ള രാജുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. വീണ്ടും മണിയൻപിള്ള രാജുവിനെ പിടിക്കാനായി പോലീസ് പോകുന്നു. പിന്നെയും അതായത് ഏകദേശം ആ ഒരു പാതിരാത്രി കഴിയുന്ന സമയത്ത് തന്നെ അവിടെയൊക്കെ ഭയങ്കര ഒരു പ്രക്ഷുബ്ധമായ അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. തീവ്രവാദിയെ പിടിക്കാൻ പോയതുപോലെ, അതും വളരെ സാവകാശം മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചു പോയൊരു മനുഷ്യൻ. അദ്ദേഹം ചെയ്തത്, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച എന്ന് പറയുന്നത് അദ്ദേഹം വണ്ടി നിർത്താതെ പോയി, അന്വേഷിക്കാതെ പോയി എന്നത് അദ്ദേഹം ചെയ്ത ഒരു പിഴവ് തന്നെയാണ്. അത് നമുക്കൊരിക്കലും തള്ളിക്കളയാൻ സാധിക്കുകയില്ല. പക്ഷേ അവിടെ അദ്ദേഹത്തെ ഇത്ര തിടുക്കപ്പെട്ടു, അതും ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ഈ രണ്ടുപേർക്കും അങ്ങനെ അപകടങ്ങളൊന്നും ജീവാപായം ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. രാവിലെ മണിയൻപിള്ള രാജുവിനെ അറസ്റ്റ് ചെയ്യുന്നു. രാവിലെ തന്നെ മെഡിക്കൽ പരിശോധന നടത്തുന്നു. മണിയൻപിള്ള രാജുവുമായി അയാളുടെ ബന്ധുവീട്ടിൽ നിന്ന് മണിയൻപിള്ള രാജുവുമായിട്ട് പോയിട്ട് അയാളുടെ ബന്ധുവീട്ടിൽ നിന്ന് കാർ കണ്ടെത്തുന്നു, കസ്റ്റഡിയിലെടുക്കുന്നു. ഇതൊക്കെ ആർക്ക് വേണ്ടി ആയിരുന്നു? ഏത് ഇരയെ രക്ഷപ്പെടുത്താൻ അന്വേഷണം ആർക്കെതിരെ എങ്ങനെ നടത്തണം എന്ന് നിശ്ചയിക്കേണ്ടത് ഈ നാട്ടിലെ നിയമവ്യവസ്ഥയാണോ നവമാധ്യമങ്ങളാണോ എന്നാണ് ഇദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ മണിയൻപിള്ള രാജുവിന് വേണ്ടി ചോദിച്ചിരിക്കുന്നത്. ശരിക്കും ഒരുപാട് പേര് ഈ വിഷയം കണ്ടിട്ട് എന്തിനാണ് ഇത്ര പെട്ടെന്ന് ആ പാവത്തിന്, അദ്ദേഹം രോഗാവസ്ഥയിലാണെന്ന് പറയുന്നത് ശരിയാണ്. ഇപ്പോഴും പറയാം, അദ്ദേഹം ചെയ്തത് തെറ്റ് തന്നെയാണ്. അദ്ദേഹം നിർത്താതെ പോയി, അദ്ദേഹം ഭയന്നുപോയി. അദ്ദേഹത്തിന്റെ ആൾക്കാർ തന്നെ വന്നിട്ടാണ് ഇവർക്ക് ബാക്കി സഹായങ്ങളൊക്കെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് അവർ തന്നെയാണ് വന്ന് ബാക്കി എല്ലാ സഹായവും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തെ ഒരു തീവ്രവാദി എന്ന മട്ടിൽ അന്ന് പാതിരാത്രിക്ക് തന്നെ അദ്ദേഹം താമസിക്കുന്നിടത്ത് പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. രാവിലെ തന്നെ പോയി അദ്ദേഹത്തിന്റെ വണ്ടി പിടിച്ചെടുക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, മെഡിക്കൽ പരിശോധന നടത്തുന്നു. എന്തിനു വേണ്ടിയായിരുന്നു? അപ്പോൾ തികച്ചും സ്വാഭാവികമായി നാച്ചുറലായി ആ ചോദ്യം തികച്ചും നീതിപൂർവമായ ന്യായമായ ഒരു ചോദ്യമല്ലേ? ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്? ഈ ഇരകൾക്ക് എന്ത് ഉന്നത ബന്ധമാണുള്ളത്? ഇത്രയും ശക്തമായി ഇവിടെ എന്തൊക്കെ കേസുകൾ തെളിയിക്കാതെ കിടക്കുന്നു, എന്തൊക്കെ കേസുകൾ ഇപ്പോഴും എങ്ങുമെങ്ങും എത്താതെ കിടക്കുന്നു. ഒരു നിരപരാധിയായ ഒരു മനുഷ്യനെ, ഒരു രോഗിയായ ഒരു മനുഷ്യനെതിരെ ഇത്ര ചടുലമായ രീതിയിൽ പോലീസിനെ കൊണ്ട് കേസ് എടുപ്പിച്ചത് ആര്? ആ മാധ്യമ സ്ഥാപനത്തിനുള്ള, അല്ലെങ്കിൽ ആ മാധ്യമ സ്ഥാപനത്തിലെ ആ സ്റ്റാഫിന്, അല്ലെങ്കിൽ ഇവരുടെ അടുത്ത ബന്ധുവാണെന്ന് പറയുന്ന ആൾക്കുള്ള ഉന്നത ബന്ധം എന്ത്? ഇതൊക്കെയാണ് ചോദ്യങ്ങളായി ഇപ്പോഴും അവശേഷിക്കുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിലെ പോലീസുകാരെ ഒന്ന് വിരട്ടി ഓടിക്കാൻ, അവരെ ഒന്ന് പാതിരാത്രി വേണമെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടിക്കാൻ ഒരു മാധ്യമ സ്ഥാപനത്തിലെ ഒരു സാധാരണക്കാരനായിരിക്കില്ല ഒരു പക്ഷേ, അദ്ദേഹം ഒരു ഉന്നതന്റെ പിൻബലമുള്ള ആളായിരിക്കും ഒരാൾ വിചാരിച്ചാൽ സാധിക്കുമെന്നത് ഈ ഒരു സംഭവത്തിലൂടെ തിരുവനന്തപുരം നഗരത്തിൽ, അതും ദൃശ്യങ്ങൾ സഹിതം വ്യക്തമായ തെളിവുകളുള്ള ഒരു സംഭവത്തിൽ വ്യക്തമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.